മാർച്ച് 27 നോമ്പുകാലത്തിലെ 5-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാൻ 10:31 മുതൽ 42 വരെ വാക്യങ്ങൾ. ഒരു രാത്രി ലെപ്പാർഡ് സ്റ്റോക്കോസ്കിയുടെ പാറ്റേണിൽ ഫിലഡൽഫിയ ഓർക്കസ്ട്ര ബീറ്റോവൻ്റെ ഒരു ഓവർച്ചർ അവതരിപ്പിക്കുകയായിരുന്നു. അതിൽ ഒരു ഭാഗത്ത് സ്റ്റേജിന് പുറത്ത് കാഹളത്തിൻ്റെ സ്വരം കേൾക്കണം. അതിനുള്ള സമയമായപ്പോൾ പുറത്തു നിന്ന് ഒരു ശബ്ദവും ഉണ്ടായില്ല. സ്റ്റോക്കോസ്കി കോപാകുലനായി. വീണ്ടും മറ്റൊരു കാഹളത്തിനുള്ള സമയമായി. അപ്പോഴും നിശബ്ദത മാത്രമായിരുന്നു. ഓവർച്ചർ അവസാനിച്ചതിന് ശേഷം അതിന് നിയോഗിക്കപ്പെട്ട കാഹളക്കാരനെ കണ്ടെത്താൻ സ്റ്റോക്കോസ്കി വേദിയുടെ പുറയിലേക്ക് ചെന്നു. അവിടെ അതാ ഒരു പരുക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കാഹളം വായിക്കുന്നവൻ്റെ കൈകൾ വശത്തേക്ക് ബന്ധിച്ച് ഇരിക്കുകയായിരുന്നു. സ്റ്റോക്കോസ്കിയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ സംഗീതം അവിടെ നടക്കുമ്പോൾ ഈ വട്ടൻ തൻ്റെ ഹോൺ വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനത് തടഞ്ഞു. സമാനമായ രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ യേശുവിൻ്റെ പങ്ക് തിരിച്ചറിയാൻ കഴിയാതെ ആളുകൾ യേശുവിനെ നിരാശപ്പെടുത്തി. അടുത്ത ആഴ്ച വിശുദ്ധ വാരത്തോടടുക്കുമ്പോൾ സുവിശേഷ വായനകൾ യേശുവിനോടുള്ള വർദ്ധിച്ചു വരുന്ന ശത്രുതയെ എടുത്തു കാണിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ യേശുവിൻ്റെ എതിരാളികൾ അവനെ കല്ലെറിയാൻ കല്ലുകൾ എടുക്കുന്നു. വായനയുടെ അവസാനം അവർ അവനെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ശത്രുതയിൽ യേശു ആശയക്കുഴപ്പത്തിലായതായി തോന്നുന്നു. നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? അവിടുന്ന് ചോദിച്ചു. അക്രമം പലപ്പോഴും ബുദ്ധിശൂന്യവും യുക്തിരഹിതവുമാകാം. ഈ അവസരത്തിൽ യേശുവിന് തന്നെ ദ്രോഹിക്കുന്നവരെ കുറിച്ച് അത്രയും പറയാൻ കഴിഞ്ഞു. എന്നാൽ അവർക്കെതിരായി ഒന്നും മിണ്ടാത്ത സമയവും വരും. അവർ അവനെ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ പ്ലാൻ ഇടുന്നു. യേശു ചെയ്ത നിരവധി നല്ല പ്രവൃത്തികൾ ഉണ്ടായിരുന്നിട്ടും അവനെ വധിച്ചു. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ യേശുവിനോട് സമാനമായ ഒരു അനുഭവത്തിൽ നിന്ന് ജെറമ്യ പ്രവാചകൻ സംസാരിക്കുന്നത് കാണാം. അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു, ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിച്ചു. എന്നാൽ അവൻ്റെ പതനം ആഗ്രഹിക്കുന്ന ആളുകൾ അവനെ അപലപിച്ചു. എതിരാളികളിൽ നിന്നുള്ള ഈ അനർഹമായ ശത്രുതയോട് ജെറമ്യായുടെ പ്രതികരണം വളരെ മാനുഷികമായിരുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നീ അവരുടെ മേൽ എടുക്കുന്ന പ്രതികാരം ഞാൻ കാണട്ടെ. എന്നാൽ യേശുവിൻ്റെ അധരങ്ങളിൽ അത്തരമൊരു പ്രാർത്ഥന നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. പകരം യേശു തൻ്റെ ശത്രുക്കളോട് പോലും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിൻ്റെ പാദങ്ങൾ അവൻ കഴുകി. തൻ്റെ ആരാച്ചാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ദൈവത്തോട് അവരോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. യേശുവിൻ്റെ ജീവിതത്തേക്കാൾ ഉപരിയായി അവൻ്റെ അഭിനിവേശവും മരണവും ശത്രുതയ്ക്കും തിരസ്കരണത്തിനും മുന്നിൽ പോലും സ്ഥിരമായ ഒരു സ്നേഹത്തെ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ മരണം എല്ലാ മനുഷ്യരിലുമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ഏതൊരു മനുഷ്യ സ്നേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു സ്നേഹമാണത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പീഡാസഹനവും മരണവും അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളിയാഴ്ച, ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് നാം വിളിക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവവും മരണത്തിൻ്റെയും കഥ വലിയ ഒരു സുവിശേഷത്തിൻ്റെ കഥയുടെ ഭാഗമാകുന്നു.
നമുക്കെല്ലാവർക്കും ഇത് സുവിശേഷമാണ്, സദ്വാർത്തയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.